ഒരുപാട് ലാംഗ്വേജിൽ പാടിയിരിക്കேன். ஆனால் മലയാളം എനിക്ക് ഇഷ്ടം. അത് ഞാൻ പാടി പോகிறேன். ഓക്കെ. കരിക്കോട് തണലത്തെ കാട്ടിലെ കിളിപ്പെണ്ണിൻ കവിത കേട്ടുറങ്ങുന്ന പൂവേ, കവിത കേട്ടുറങ്ങുന്ന പൂവേ. കൊയ്തടുത്തൊരു കതിരണി വയലിന് കണി കാണാനുണരടി പൂവേ. കഞ്ഞി കൊയ്തടുത്തൊരു കതിരണി വയലിന് കണി കാണാനുണരടി പൂവേ. ഉണരുണരൂ ഉണ്ണിപ്പൂവേ. എസ് ജാനകി ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് പാടിത്തന്ന പ്രിയപ്പെട്ട കലാകാരി വിടവാങ്ങി. ഇവിടെ ഈ നവാസ് പാടിയ പാട്ട് നമുക്ക് കേട്ടില്ലേ, അതിൽ മർഹബ 2005 എന്ന ഗൾഫ് ഷോയിലെന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിൽ നവാസ് ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും കെ എസ് ജാനകിയുടെ പോലെ വന്നിട്ട് ആ പാട്ട് പാടുന്ന സീൻ എനിക്ക് എപ്പോൾ പിന്നെ ജാനകിനെ അതിന് ശേഷം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് നവാസിനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുക. കാരണം എന്തോ നവാസിന്റെ ആ ഒരു അന്നത്തെ പെർഫോമൻസ് ഇന്നും എന്റെ മനസ്സിലുണ്ടെന്നുള്ളതാണ്. ഒരുപാട് നല്ല പാട്ടുകൾ പറയാം. കൺഫ്യൂസ്ഡ് ആവട്ടെ പോയത്. എനിക്ക് ഫസ്റ്റ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എൻ പൂവേ പൊൻപൂവേ എന്ന് പറഞ്ഞ ആ പാട്ടാണ്. അതിലെ അനുപല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് പൂവസന്തം പൊന്നുപൂശും പുലർനിലാവി എന്ന് പറഞ്ഞിട്ട് ആ വരികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എസ് ജാനകി എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഒരു ഷർട്ട് പോലുള്ളൊരു വെള്ള ബ്ലൗസും വലിയൊരു കുറിയും പിന്നെ ആ വെള്ള ഒരു സാരിയും എടുത്തത് ശരിക്കും നവാസിന്റെ അപ്പിയറൻസും അതേപോലെ തന്നെ ആയിരുന്നു. പിന്നെ നവാസ് എന്ന ഗായകനോ നടനെ കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ശരിക്കും ഈ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പാടുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ്. കാരണം ഒരു വോയിസ് സ്ക്രാച്ചിന് പോലും ഈ ഉണ്ണിപ്പൂവേ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിന്റെ ആ ഒരു വേരിയേഷനിൽ ഒരു സ്ക്രാച്ചസ് പോലും ഇല്ല എന്നുള്ളത് ആ വോയിസിന്. അപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ട് പാടി പ്രതിഫലിപ്പിച്ച് അത് കാണികളോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞത് ഒരു കലാകാരന്റെ വിജയം തന്നെയാണ്. എന്തായാലും നവാസിനൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും റെസ്റ്റ് ഇൻ പീസ്.